mainly for paralyzed people with depression and also for other people in need. So paralyzed people face a lot of struggles, which includes physical ones and mental ones. So this problem is mainly focused to improve their livelihoods. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, പിന്നെ ഇതിലിപ്പോൾ ഗവൺമെന്റ് സ്റ്റാഫ്സ് ഉണ്ട്, പിന്നെന്താ സോഷ്യൽ വർക്കേഴ്സ്, ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്സ്, അവരൊക്കെ പെടുവില്ല സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ. നമ്മളിപ്പോ സ്വന്തം വണ്ടി എടുത്തിട്ട് എന്താ പറയാ, ഇപ്പൊ മലപ്പുറത്തേക്കോ അല്ലെങ്കിൽ ചെന്നൈക്കോ ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് സർവീസുകൾ അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അവിടെ പോവാൻ സേഫ് കൺസേൺസ് അത്. ഇനി വാട്ട് ദേ ഡസ് ഇസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ലോക്കൽസ്. ഇപ്പോൾ നിലവിൽ അവർ തൽക്കാലം ഇപ്പോൾ ചെയ്യുക, അവർ ലോക്കൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ ഓൺലൈനായിട്ട് അസിസ്റ്റൻസ് നടത്തും. ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ റിവ്യൂസ് നോക്കും, അവിടെ പോയാൽ നല്ലതാണോ, എങ്ങനെയൊക്കെ അവിടെ എത്താമെന്നുള്ളൊരു അങ്ങനെ ഒരു ഐ മീൻ വിത്തിൻ ദ ഇന്റർനെറ്റ് ആക്സസ് ഒക്കെ വഴി ഒരു ഓൺലൈൻ അസിസ്റ്റൻസ് നടത്തും. ഇപ്പോൾ ഒരു ഫോറിനേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെ അവിടെ അങ്ങനെ പെട്ടുപോവുകയാണെങ്കിൽ ദേ മൈറ്റ് കണക്ട് വിത്ത് ദ പോലീസ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാരലൈസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനൊക്കെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും വേറെ ആൾ സഹായം വേണം. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായ അവർക്ക് ഫിസിക്കലായിട്ട് മാത്രമല്ല മെന്റലി ആയിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എന്ത് കാര്യം ചെയ്യേണ്ടി വരുമ്പോഴും വേറൊരാളെ ആശ്രയിക്കേണ്ടി വരിക എന്നുള്ളത്. ഓക്കെ, ഗുഡ് ഈവനിങ് എവരി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ ബൈജു സാറിനും രാജേഷ് സാറിനും താങ്ക്സ് പറയാണ്, നമുക്ക് ഇങ്ങനെ നമ്മളെ മെൻറ്റർ ചെയ്തതിന് കറക്റ്റായിട്ട്. പിന്നെ KD-SKIN അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഒരു ഇമേഴ്സീവ് ട്രെയിനിങ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാൻ പറ്റി. അതിന് ഇന്ന് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു നോളേജാണ്. നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെ ഒരു ഇത് പ്രൊജക്റ്റിൽ എത്തിക്കണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ. 2 ദിവസത്തെ KD-SKIN കൊച്ചിൻ ഷിപ്പ്യാർഡും രണ്ടുപേരും ടൈപ്പായി നടത്തിയ ഈ എന്താ പറയാ ഈ ക്ലാസ്സുകൾ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്കിപ്പോൾ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതെങ്ങനെ പ്രൊഡക്റ്റ് ആക്കണം, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയയും അതിനുള്ള കോൺസെപ്റ്റും നമുക്ക് തന്നത് ഈ സാറുമാരിലൂടെ ഇവര് തന്നെയാണ്. നന്നായിരുന്നു. പിന്നെ സാറുമാരെന്ന് പറഞ്ഞാൽ അവര് തരുന്ന ഇൻപുട്സ് ഒക്കെ കുറച്ച് ബുദ്ധിപരമായ ഇൻപുട്സ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കാല്ലേ എന്നൊക്കെ ഇപ്പോഴാണ് ചിന്തിച്ചത്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാലും നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ സാറുമാരായാലും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, നല്ല പോയിന്റ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്, പക്ഷെ ഇനി ട്രൈ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. സോ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഇങ്ങനെ ഇവര് എല്ലായിടത്തും നടന്ന് നമ്മളെ ഓരോരുത്തരും ഇൻഡിവിജ്വലി മെൻറ്റർ ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് പറഞ്ഞത് നമുക്ക് കറക്റ്റ് ആയത് ഓക്കെ നല്ലതെന്ന് പറഞ്ഞ്, അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് പേഴ്സണൽ മെൻറ്ററിങ് എന്താ കിട്ടി. സ്പെഷ്യൽ താങ്ക്സ് ടു ട്രെയിനേഴ്സ് ബൈജു സർ ആൻഡ് രാജേഷ് സർ ഫോർ coming from so far and giving us this very essential training.